തസ്കര വീരന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, കള്ളന്മാരുണ്ട്, കിഡ്നാപ്പിംഗ് സംഘങ്ങളുണ്ട്. അവർ കുത്തിപ്പതിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ആ മുതൽ, എൻ്റെ ഈ മുതൽ, എൻ്റെ അവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ്, എൻ്റെ മറ്റുള്ള വ്യവഹാരങ്ങളിൽ, എൻ്റെ വ്യാപാരങ്ങളിൽ, എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പത്ത്, അതൊക്കെ ആർക്കും അപഹരിച്ചു കൊണ്ടുപോകാം. പക്ഷേ ചോരന്മാർ, തസ്കരന്മാർക്ക്, കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത, നമ്മളൊരാൾക്ക് അത് ഓശാരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താലോ കൊടുക്കുന്തോറുമേ വീടും. പിന്നെ നന്മയേകും മരിച്ചാലും അല്ലേ, അവനെപ്പെട്ട എല്ലാ വസ്തുക്കളും എല്ലാ അമലുകളും അവനെ തൊട്ട്, അവന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിച്ഛേദിക്കപ്പെടുക അവൻ മരിക്കുന്നതോടുകൂടെ. പക്ഷേ ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അതാണല്ലോ പ്രസാദന രംഗത്ത്, പ്രഭാഷണ രംഗത്ത്, മത വിജ്ഞാനങ്ങളുടെ, ഭൗതിക വിജ്ഞാനങ്ങളുടെ പ്രസരണ രംഗത്ത് അതിനെ പ്രസരിപ്പിക്കുകയാണല്ലോ. വിദ്യാഭ്യാസം കൊടുക്കുന്നതോറും ആശ്വാസം കിട്ടുകയാണ്. അതുകൊണ്ടാണ് വായനാശീലം വളർത്തിയെടുക്കണമെന്ന് നമ്മുടെ പ്രപിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. വായനാശീലം എപ്പോഴും ഒരു മനുഷ്യന്റെ സമ്പൽ സമൃദ്ധമായ ഔന്നത്യം എന്ന് പറയുന്നത് അത് പുസ്തകങ്ങളിലും വിജ്ഞാനങ്ങളിലൊക്കെ. വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താനാണ്. അദ്ദേഹം ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലൂടെയും നോർത്ത് ഈസ്റ്റിലൂടെയും 9 കൊല്ലം ഒരു തീർത്ഥാടകനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് കേരളത്തിൽ വന്നിട്ട് പേനയും കണ്ടത്. അപ്പൊ അനുഭവങ്ങൾ സമ്പത്താണ്. കുറേ അനുഭവങ്ങൾ ഉണ്ടായാൽ ആ ആൾക്ക് പിന്നെ പറഞ്ഞാൽ തീരില്ല, എഴുതിയാലും തീരില്ല. എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. അനുഭവമാണ് ഏറ്റവും വലിയൊരു ഗുരു. അനുഭവങ്ങളെ കേൾക്കാൻ ഒരു തലമുറയുണ്ട് എന്നതാണ്. അപ്പൊ നമുക്ക് ഈ പെരിന്തൽമണ്ണയിൽ പുതിയ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നു. എങ്ങനെ വന്നാൽ എങ്ങനെയാണ് അവർ ആ പദവിയിൽ വന്നിരുന്നത്? മാളവിക നായർ കാളമ്പാടിയിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് മഞ്ചേരിയിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ സമുന്നതനായ ഒരു IPS പോലീസ് ഉദ്യോഗസ്ഥനാണ്. മാളവിക നായരാണ് ഈ കൊല്ലത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം സ്ഥാനം, ഇന്ത്യയിൽ 46ാം റാങ്ക്. അപ്പൊ കഴിഞ്ഞ ടേമിലൊക്കെ പ്രീലി കിട്ടാതെ പോയ പെൺകുട്ടിയാണ്. പ്രസവിച്ച് 17ാമത്തെ ദിവസമാണ് ഡൽഹിയിലെ -ഡിഗ്രിയിലേക്ക് താഴ്ന്നു പോയ തണുപ്പിലേക്ക് ഒരു കോള് വരുന്നത്. എന്താണ്? പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടി, ഇനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലേക്ക് വരണം. ആ 17 ദിവസം പ്രായമായ ചോരപ്പൈതലിനെ കമ്പിളി പുറപ്പിൽ പകഞ്ഞ് ചുരുട്ടിക്കൂട്ടി വേഗം ഫ്ലൈറ്റ് കയറിയിട്ട് എൻ്റെ കരിയർ എനിക്ക് പ്രധാനമാണ് എന്ന് ലക്ഷ്യം വെച്ചിട്ട് ആ പെൺകുട്ടി അവസാന വട്ട ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ മലയാളക്കരയിൽ 1ാം റാങ്കുകാരി ഈ വാടക വീട്ടിൽ, കാളമ്പാടിയിലെ വാടക വീട്ടിൽ താമസിക്കുന്ന മാളവിക നായർ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ഇന്ത്യയിൽ 1ാം സ്ഥാനം ശക്തി ദുബെ, UP-യിലെ പ്രയാഗ്രാജിലെ ഒരു പോലീസുകാരൻ്റെ മകളാണ്. അതെ, അവളുടെ അച്ഛൻ പോലീസുകാരൻ, ഒരു സാധാരണ സിവിലിയൻ പോലീസുകാരനാണ്. കാക്കി വസ്ത്രം ധരിച്ച് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ ഒരു വേഷത്തിന് അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗത്തിന് ജനം നൽകുന്ന ഒരു സ്ഥാനം ഈ മോള് ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. അപ്പൊ ഇവള് അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട, അച്ഛ അങ്ങേക്ക് ഇങ്ങനെ സെല്യൂട്ടൊക്കെ കിട്ടാൻ, അങ്ങ് ഇങ്ങനെ ആദരവൊക്കെ കിട്ടാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയിയാണ്, ഒരു സാധാരണ പോലീസുകാരൻ. അപ്പൊ അങ്ങനെ ഒരു സാധാരണ പോലീസുകാരനായ എൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു ആദരം കിട്ടുന്നുണ്ടെങ്കിൽ എഴുതി പഠിച്ച് വായിച്ച് മനനം നടത്തി അപഗ്രഥനം നടത്തിയിട്ട് ഞാനൊന്നും ഒരുങ്ങുകയാണെങ്കിൽ എനിക്ക് എത്ര വലിയ ആദരം കിട്ടും. ഇന്നിപ്പോ അങ്ങനെ അച്ഛനെ കണ്ടിട്ട് അച്ഛൻ മാറ്റി ഇറങ്ങുന്നത് കണ്ട് ഒരു ഉദ്യോഗം സ്വപ്നം കണ്ട് അതിനുവേണ്ടി മാത്രം ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് കല്യാണം കളിയാട്ടൊക്കെ ഒഴിവാക്കിയിട്ട് പഠിക്കാൻ ഒരുപ്പെട്ട ശക്തി ദുബൈയാണ് ഇന്ത്യയിൽ ഈ വർഷത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ എഴുതിയ സിവിൽ സർവീസ് പരീക്ഷയിലെ 1ാം റാങ്കുകാരി. അപ്പൊ അച്ഛന്റെ കാറ്റഗറിയിലല്ല, ബാക്കി ധരിച്ച യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ആരും എവിടെ വെച്ച് അവളെ കണ്ടാലും ഒന്ന് സല്യൂട്ട് ചെയ്യണം എന്നുള്ളത് പ്രമാണമാണ്, നിയമമാണ്. അത് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതാണ് വിദ്യാവിഹീന പശു. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്ത ആള് പശുവിന് തുല്യരാണെന്ന് പറഞ്ഞാൽ മൃഗസമാനരാണ്.
പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണില്ല, നമ്മൾ തല്ലി കൊല്ലണ്, അടിച്ചു കൊല്ലണ്, മരിച്ചാൽ ആ മരിച്ചുപോയ കുഞ്ഞിന്റെ മൃതദേഹം അങ്ങനെ പിടിച്ചിട്ട് വന്ന് ഉള്ളറിഞ്ഞിട്ട് കരയാനുള്ള വികാരം പോലും ചോർന്നുപോയ ആൾക്കാർ. പഴയകാലത്ത് ചെങ്കിസ് പട്ടാളക്കാരെ പറ്റി ചരിത്രത്തിൽ കാണാം. ചെങ്കിസ് പട്ടാളക്കാർക്ക് ചെങ്കിസ് ഖാൻ കൊടുത്ത നിയമം എന്താ അറിയാം? എവിടെ വെച്ച് മുസ്ലിമിനെ കണ്ടാലും അവനെ കൊല ചെയ്യണം. ഇന്ന് നെതന്യാഹു ഗസയിലെ ഖാൻ യൂനിസിലെ ഫലസ്തീനിലെ കുട്ടികളെ പറ്റി പറയുമ്പോൾ, കാരണം വിശപ്പ് ഒരു വലിയൊരു ആയുധമാണ്. അന്നം കൊടുക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ആയുധമാണല്ലോ. അതുകൊണ്ടാണ് UAE-യും ഖത്തറൊക്കെ പറഞ്ഞയച്ച കണ്ടെയ്നറുകളെ ഈ ഖാൻ യൂനിസിന്റെ പരിസരത്ത് ഇസ്രായേൽ പട്ടാളക്കാർ മനഃപൂർവ്വം തടഞ്ഞു നിർത്തിയിട്ട് ആ കണ്ടെയ്നറുകളുടെ അകത്തുള്ള വിഭവസമൃദ്ധമായ പോഷക അന്നങ്ങൾ പുഴുവെടുത്തു പോവാൻ. എന്നാൽ അവർക്ക് കിട്ടാൻ പാടില്ല. അങ്ങനെ വിശന്ന് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അതിർത്തി കടത്തിവിടുക. അപ്പൊ എല്ലാവരും അവിടേക്ക് എത്തും. എന്തിന്? ഒരു ഭക്ഷണം കിട്ടാൻ, ഒരു തുള്ളി വെള്ളം കിട്ടാൻ, ഒരു വറ്റ് കിട്ടാൻ, ഒരു ധാന്യം കിട്ടാൻ. അതെന്തെങ്കിലും ആ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് വെടിവെക്കുക, നിറയൊഴിക്കുക, ബോംബിടുക. അപ്പൊ ഒരു വെടിക്ക് ഒരുപാട് പക്ഷികളെ കിട്ടുക, കൊല്ല, ഒരു ജനറേഷൻ ഇല്ലാതൊക്കെ. അപ്പൊ വിശപ്പ് അവരുടെ ഒരു ആയുധമാണ്. അവിടെയാണ് നമ്മൾ വികാരത്തോടു കൂടെ പറഞ്ഞാൽ ചോരയും സ്നേഹവും മമതയും റെസ്പെക്റ്റും മേഴ്സിയും ഫോർഗീവ്നെസ്സും കെയറും ലവും ഒക്കെയുള്ള ഒരു കെയർ ടേക്കറായി വിദ്യാഭ്യാസം നേടണം എന്ന് പറയാൻ കാരണം അവര് ചെയ്ത് കണ്ടില്ല. ഈജിപ്തിലെ കുട്ടികൾ പഠിത്തല്ലേ, കുപ്പിയിൽ അരി നിറച്ചിട്ട് ധാന്യം, ഗോതമ്പ്, ബാർലിയൊക്കെ കുപ്പിയിൽ നിറച്ചിട്ട് ഈജിപ്തിന്റെ ഇങ്ങേ തരക്കൽ തിരമാലയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്, കടലിലേക്ക്. എന്നിട്ട് ആ കുട്ടികൾ പറയാണ്, കടലമ്മേ, തിരമാലകളെ, ഈ കുപ്പിയൊക്കെ നിങ്ങളിങ്ങനെ തിരത്തള്ളി പോയിട്ട് ഫലസ്തീനിലെ തൊട്ടപ്പുറത്തെ തീരത്തെ അപ്പുറത്തെ രാജ്യത്തെ ഞങ്ങളെ കുഞ്ഞു മക്കൾക്ക്, ആങ്ങളമാർക്ക്, പൊന്നമാർക്ക് കൊടുക്കണേ. തിരമാലകൾക്ക് കൊടുക്കുകയില്ല എന്നുള്ളത് വേറെ കാര്യം. അതിൽ എത്ര കുപ്പികൾ ഫലസ്തീനിന്റെ ഓരത്ത് എത്തി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ അതൊരു മെസ്സേജ് കൺവേ ചെയ്താണ്. എന്ത്? അണ്ണാറ കണ്ണനും തന്നാലായത് നമുക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാറുണ്ട്. പാർക്കടവിന്റെ വിശപ്പ് എന്ന് പറയുന്ന ഒരു കഥ വായിച്ചു. നമുക്കിപ്പോൾ അതൊന്നും പുതിയ തലമുറയിൽ വിശപ്പെന്നൊരു വികാരമല്ലല്ലോ. കാരണം എന്താ? നമുക്ക് വിശന്നിട്ടില്ല, നമ്മൾ വിശപ്പ് അറിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ ഒരു വീട്ടിൽ കുട്ടിയും ഭക്ഷണവും താരതമ്യപ്പെടുത്തിയിട്ട് ഒരു ഉമ്മ കരുതുന്നതിനാ, എന്റെ കുട്ടി ഇന്നലെ 2 ഉരുള ചോറ് തിന്നിരുന്നു, ഇന്ന് 1 ഉരുള കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ കുട്ടി വിശപ്പ് അനുഭവിച്ച് മരിക്കൂ എന്നുള്ള പേടിയോണ്ടല്ല. എന്തിനാ ഉമ്മ കുഞ്ഞിനെ തച്ചതെന്തിനാ? ഭക്ഷണം കണ്ട് കുട്ടിക്ക് മനസ്സില്ല, കഴിക്കാൻ മനസ്സില്ല. പണ്ടൊക്കെ വാപ്പാര് പറയും അത് പൈപ്പില്ല, അത് പൈപ്പ് തവണ. പൈദാഹം എന്ന് പറഞ്ഞാൽ എന്താ? പൈപ്പും ദാഹവുമാണ്. പൈദാഹം അഥവാ വിശപ്പും ദാഹവും. അപ്പൊ വലിയപ്പോ പറയും, നീ നിർബന്ധിച്ച് കൊടുക്കേണ്ട പോലെ പൈച്ചായിട്ടാണ്, പൈച്ചുമ്പോ തിന്നോളൂ. അപ്പൊ എന്താ? വിശന്ന ആരും കഴിക്കുന്നതില്ല. അതിനൊരു പ്രത്യേകിച്ച് മോട്ടിവേഷന്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോ നമുക്ക് കുട്ടികളെ അടിച്ചിട്ട് തീറ്റിക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിഭവങ്ങൾ സമൃദ്ധമാണെന്നല്ല. അപ്പൊ പാർക്കടവിന്റെ ഈ കഥയിൽ ഒരു ഉപ്പയും ഒരു ഉമ്മയും ഒരു മോനുമാണ്. ചെറിയ കുട്ടിയാട്ടോ, ഭയങ്കര വിഷമമുള്ള പട്ടിണിയുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ വിശന്ന് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ ബാപ്പ മരിച്ചു. ബാപ്പ മരിച്ച ദിവസവും കുട്ടിയുടെ പ്രധാന പ്രശ്നം എന്താ അറിയാം? വിശപ്പാണ്. എല്ലാവരും വരുന്നുണ്ട്, വീട്ടിൽ ടാർപോളിലൊക്കെ കെട്ടിയിട്ടുണ്ട്, വലിച്ചു കെട്ടിയിട്ടുണ്ട്. ബാപ്പാന്റെ മയ്യത്ത് കാണാൻ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ കുട്ടിക്ക് അതൊന്നും തിരിച്ചറിയാനുള്ള പ്രായം പക്വതയായിട്ടില്ല. അങ്ങനെ അവിടെ വിലാപങ്ങൾ, ദീനരോധനങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഉമ്മ മാറത്തടിച്ച് കരയുണ്ട്. ഈ കുട്ടിയുടെ ഉമ്മ അഥവാ ആ മരിച്ച മയ്യത്തിന്റെ വിധവയായി പോയ ഭാര്യ. പക്ഷെ അവൻ്റെ അപ്പോഴും പ്രശ്നം എന്താ? വിഷമം. അവൻ്റെ ആമാശ ഇങ്ങനെ കരിഞ്ഞു ഉണങ്ങാൻ തുടങ്ങി. എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൈക്ക് നോക്കാവല്ലേ, ആരുടെ കയ്യിൽ ഒരു പൊതി ചോറില്ല. അങ്ങനെ ആളൊക്കെ കൂടി അന്നത്തെ ദിവസം വാപ്പ പിരിഞ്ഞതിന്റെ ശേഷക്രിയകളൊക്കെ നടക്കണമല്ലോ, അവനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിറ്റേ ദിവസം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തഴ്സീയത്തിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആരും വിശപ്പിനെ പറ്റിയൊന്നും ചോദിക്കണില്ല.
അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം വരുന്നവരൊക്കെ ചീരിനിയൊക്കെ വരുന്നത് വീട്ടിലാണെങ്കിൽ ചെമ്പും കുടുക്കി പാത്രമൊക്കെ ഇട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂട്ടിൻ്റെ ദിവസം അന്ന് ഉച്ചക്ക് കുട്ടിക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിയതാണ്. നല്ല ഇറച്ചിയൊക്കെ കൂട്ടിയിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് വിശപ്പ് അന്ന് വയറ് നിറയെ ഭക്ഷണം കഴിച്ചതാണ്. ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചതാണ്. ഉപ്പ പോയതിൻ്റെ തീവ്രമായ ദുഃഖം തിരിച്ചറിയാനുള്ള ഒരു പക്വതയിലേക്കൊന്നും ആ കുട്ടി എത്തിയിട്ടില്ല. എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ ആ കുട്ടിയെ തെറ്റിദ്ധരിക്കരുത്. അപ്പം നന്നായി ഭക്ഷണം കഴിച്ചു. കറക്റ്റൻ്റെ അപ്പുറത്തെ ഇന്ത്യ ഇരിക്കണം. അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് അവൻ ചോദിച്ച ആദ്യ ചോദ്യം എന്താ പറയുക? ഉമ്മ എന്താ മരിക്കുകയാണ്? ഉമ്മ ഞെട്ടി. എന്താണ് ചോദിച്ചു? ഒന്നുമില്ല, 3ന്റെ അന്ന് രുചിയുള്ള ചോറ്. പഴയ കാലത്ത് ഈ കഥ പറയുമ്പോൾ ഒരു പ്രഹസനാണെന്ന് തോന്നൂല, ഇന്ന് തോന്നുന്നു. പണ്ടതൊരു യാഥാർത്ഥ്യമാണ്. വിശപ്പ് വലിയൊരു വികാരമാണ്. വിശപ്പിന്റെ കൂടെ നീക്കാൻ സാധ്യമാവുക എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ ആരാ വിവേകി? കുമാരനാശാൻ വിവേകി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അന്യജീവനുദകി സ്വജീവിതം ധന്യമാകുമമരേ വിവേകികൾ. അന്യജീവനുദകി സ്വജീവിതം ധന്യമാകുമമലേ വിവേകികൾ. വേറുള്ളവന് വേണ്ടിയിട്ട് കത്തിത്തീരുന്ന മെഴുകുതിരിയാകുന്നതിന്റെ അർത്ഥം തുറന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഅമുൽ ഇസ്നൈനി കാഫി തലാഫ. രണ്ടാക്കുള്ള ഭക്ഷണം മൂന്നാക്ക് മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അഡ്ജസ്റ്റ്മെന്റിലും കോംപ്രമൈസിലും ആക്സെപ്റ്റ് ചെയ്യാനും ഫോർഗീവ്നെസ്സിനും ഒക്കെ മനസ്സുണ്ടെങ്കിൽ ഫഅമുൽ ഇസ്നൈനി കാഫി തലാഫ. മൂന്നാൾക്ക് വയറ് നിറയുന്ന, രണ്ടാക്കുണ്ടാക്കിയ ഭക്ഷണം മൂന്നാൾക്ക് വയറ് നിറയും, മൂന്നാൾക്ക് അതിന്റെ വർക്കത്ത് കിട്ടുന്ന ഡെച്ചു നീട്ടലാണ് മതം. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ തീവ്രത കിടക്കുന്നതായിട്ടാണ്. അല്ല, കുറെ അഭ്യസ്ത വിദ്യകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് രാജ്യത്തിന് ഉപകാരപ്പെടണം, കുടുംബത്തിന് ഉപകാരപ്പെടണം. നമ്മൾ ദ്വാരക്കണമല്ലേ, ഇത്രയും ഉന്നതമായ വിദ്യയൊക്കെ നുകരാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. അവർ ഇത് ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങൾ ലോകത്ത് അവരിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്ന, അല്ലാഹുമ്മ ഇന്നി ഉബ്രിദു ഇലൈക മിൻ കുല്ലി കബ്ദിൻ ജാഇയ. പടച്ചോനെ, ഇന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചാൽ കിടക്കുന്നത്, പക്ഷേ എൻ്റെ മൈൻഡിലും എൻ്റെ പ്രദേശത്തും ആരെങ്കിലും വിശപ്പിന്റെ വിളിയാടം കൊണ്ട് അസ്വസ്ഥരായിട്ട് കരള് കരിഞ്ഞിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രതിയാക്കരുത് റബ്ബേ. ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പൊ കെയറാണ് എഡ്യൂക്കേഷൻ. നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ധാതു മൂല്യധാരണങ്ങളൊക്കെ കിടക്കുന്നത് ഈ കെയറിങ്ങിലാണ്. മറ്റുള്ളവരെ സംരക്ഷിക്കുക, സഹായിക്കുക, അങ്ങനെ ഒരു സർവീസ് മൈൻഡോടുകൂടെ നമ്മുടെ വിജ്ഞാനങ്ങളെ നമ്മളിങ്ങനെ കൊണ്ടുവരിക. ഹിദ്മ, അതെന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നതൊക്കെ ഹിദ്മത്താണ്. അന്ന് വായനാശീലമൊന്നും ഇല്ലല്ലോ. പഴയ കാലത്തൊക്കെ ഈ പെരിന്തൽമണ്ണയുടെ പരിസരത്ത് എത്ര നാട്ടുകൂട്ടം വായനശാലകൾ ഉണ്ടായിരുന്നു. അത് സംസ്കാരമായിരുന്നു. ആരെ വായിച്ചിരുന്നത്? തേൽപ്പിന് പോകണ, പടവിന് പോകണ, പെയിന്റിങ്ങിന് പോകണ, തോട്ടം കളക്കാൻ പോകണ, കാർഷിക വൃത്തിക്ക് പോകുന്ന ആൾക്കാര് 3-4 മണിയോടുകൂടെ ജോലിയെല്ലാം കഴിഞ്ഞ് കയ്യും കാലും ഒക്കെ തേച്ച് മിനുക്കി നന്നാക്കി പിന്നെ വരും. എന്നിട്ടോ വായനശാലയിൽ വന്നിട്ട് അന്നത്തെ നല്ല പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്നതാണ്. പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കും. അതെന്താ? ആ വായിച്ചതാണ് അവരെ മോൾഡ് ചെയ്യണം. ആ വായനയുടെ ശക്തിയാണ് അവർ പിന്നെ മക്കളിലേക്ക് പകർന്നു കൊടുത്തത്. നമുക്ക് വിരമിക്കാൻ, വിജ്ഞാനത്തിൽ നിന്ന് വിരമിക്കാൻ റിട്ടയർമെന്റ് ഇല്ലാതെ എന്നും പുതുമയായിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും. അങ്ങനെ ആവണം. 30 കൊല്ലം സർക്കാർ സർവീസിൽ നിന്ന ഒരാള് പഠിച്ചു പറഞ്ഞു, എന്റെ 1ാം കൊല്ലം മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഇന്നോവേഷൻസ് തന്നത്, എന്തെങ്കിലും പുതുമകള് അപ്ഡേറ്റഡ് ആയി എന്നൊക്കെ തോന്നൽ തന്നത്. ബാക്കി 29 കൊല്ലോന്ന് ചോദിച്ചു. അയാൾ 30 കൊല്ലം സർവീസിൽ ഇരുന്ന ആളല്ലേ.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാക്കിയുള്ള 29 കൊല്ലം ആദ്യ വർഷത്തിന്റെ കാർബൺ കോപ്പി ആയിരുന്നു. റിപ്പീറ്റേഷനാണ്, ലൈഫിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടാം. ഇപ്പൊ ജൂനിയർ കോളേജിലെ കുട്ടികളുണ്ട്, മദ്രസയിലെ കുട്ടികൾ, SLC-യിൽ നല്ല മാർക്ക് നേടിയ കുട്ടികൾ. നമ്മളൊക്കെ ചിന്തിച്ചു, നമ്മുടെയൊക്കെ ഡെയിലി റൂട്ടീൻ ഒരേ സ്വഭാവമുള്ളതാണെങ്കിൽ എന്ത് പുതുമയാണ് ആ ജീവിതത്തിലുള്ളത്. അപ്പൊ അതൊന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നല്ല പുതിയ പുസ്തകങ്ങൾ വായിക്കുക, ആ വായിച്ച പുസ്തകങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുക, പുതിയ പുതിയ സംസ്കാരങ്ങളെ കണ്ടെത്തുക, വലിയ വലിയ വിദ്യാഭ്യാസ സാധ്യതകൾ ഇപ്പൊ സ്വപ്നം കാണണം. ഈജിപ്തില്, കൈറോയില്, എല്ലായിടത്തും എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ മനുഷ്യ വിദ്യാഭ്യാസത്തിന്. അപ്പോ 10, 20, 23, 24 വയസ്സാകുമ്പോഴേക്ക് ഞാൻ എൻ്റെ കരിക്കുലം വിറ്റ, എൻ്റെ റെസ്യൂം, എൻ്റെ CV ഒക്കെ റെഡിയാക്കി നല്ലൊരു ജോബ് എനിക്ക് കിട്ടണം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഡ്രീം ആകണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. അത് പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ പുതിയ കാലത്ത് നമ്മുടെ സമയം കൊല്ലുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ് ഈ റീൽസ്, ഇൻസ്റ്റാ സ്റ്റോറീസ്, അല്ലെ? ഇങ്ങനെ സെൽഫി എടുത്ത് ഇങ്ങനെ യൂട്യൂബ് നോക്കി, FB നോക്കി ജീവിതം കൊല്ലുക. അല്ലെങ്കിൽ റമ്മി, PUBG, ബ്ലൂ വെയിൽ, ഇങ്ങനെയുള്ള കുറെ ഫ്രീ ഫയർ. കോഴിക്കോട് 12 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉമ്മാനെ കുത്തിയത്. അപ്പൊ എന്താ, ഉമ്മാന്റെ ഫോണിലാണ് ഇവര് ഫ്രീ ഫയർ ഗെയിം കളിക്കാറുള്ളത്. അതിങ്ങനെ നെറ്റ് ബാറ്ററി ലോ, നെറ്റ് റീചാർജ് ചെയ്യാത്തത് കൊണ്ട് ഫോണിന്റെ സ്പീഡ് കുറഞ്ഞു. അപ്പൊ വേഗം ശ്വാസം കിട്ടാത്ത പോലെ, കാരണം പിന്നെ ഫ്രീ ഫയർ ഗെയിമിന്റെ ഫ്ലോ നഷ്ടപ്പെടുകയാണ്. അതിൽ ഓക്സിജൻ തീർന്നു പോകുന്നതിനേക്കാൾ അപകടമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവന്റെ പ്രാണവായുവാണ് അവന് നഷ്ടപ്പെടുന്നത്. അപ്പൊ അവൻ ആ വികാരത്തിൽ ഉമ്മാന്റെ അടുത്ത് പോയി പറഞ്ഞു, ഉമ്മ എന്റെ ഫ്രീ ഫയർ ഗെയിം ഇപ്പൊ സ്റ്റോപ്പ് ആകും, അടിയന്തരമായിട്ട് റീചാർജ് ചെയ്യണം. ഉമ്മാ വികാരത്തിലാണോ? അല്ല, ഉമ്മാന്റെ വികാരം വേറെ. ഉമ്മാക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടി പഠിക്കണം, ഓണം വെക്കേഷനിൽ പഠനം റിപ്പീറ്റേഷൻ നടത്തണം, റിവിഷൻ പൂർത്തിയാക്കണം. അതിൻ്റെ ഇടയിൽ വലിയൊരു ഫ്രീ ഫയർ. അപ്പൊ ഉമ്മാന്റെ ടോൺ മാറൂലേ, ഉമ്മാന്റെ സൗണ്ട് മോഡുലേഷന്റെ ടെമ്പോ മാറൂലേ, ഉറപ്പല്ലേ? അത് ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തിനാ എൻ്റെ ഉമ്മ അങ്ങനെ എന്നോട് പറഞ്ഞത്? എന്തിനാണ് ആ ഒരു വോള്യം എന്നോട് എടുത്തത്? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ആ പക്വതയിലേക്ക് കുട്ടി വായിച്ചും മനസ്സിലാക്കിയും ഗുരുശിഷ്യ ബന്ധം പുലർത്തിയും പാരന്റ്സ് ആരാണെന്ന് മനസ്സിലാക്കിയൊക്കെ വളരുന്ന ഒരു കുട്ടി ആയാലേ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതോടെ മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയാനാണ്. അമ്മ പറഞ്ഞ പിന്നെ മധുരിക്കുമായിരുന്നു. അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കുട്ടി വാശിയിൽ വീറിൽ നേരെ എന്ത് ചെയ്തു അറിയോ? ഉമ്മ ഉച്ചക്ക് ചോറൊക്കെ തിന്നിട്ട് ഉച്ചമയക്കത്തിലേക്ക് ഒന്ന് വഴുതി വീണപ്പോ ചെറിയൊരു ഉച്ചക്ക് ഉറക്കുണ്ടല്ലോ, ഉറങ്ങിയെന്ന് ബോധ്യപ്പെട്ടപ്പോ ഈ 12 വയസ്സുകാരനായ കുട്ടി, ആ കുട്ടി 3 കൊല്ലം എത്തിക്കാണ്ടിൽ പഠിച്ചതാണ്. ആ പശ്ചാത്തലങ്ങളൊക്കെ ആ കുട്ടിക്കുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മതവിദ്യാർത്ഥികളോട് കൂടിയാണ് പുതിയ കാലത്തെ നമ്മളെ മസ്തിഷ്കം വിശാലനം ചെയ്യപ്പെടുന്നതിൻ്റെ ആപൽക്കരമായ ഔട്ട്പുട്ടുകളെ പറ്റി പറയുന്നത്. അതുകൊണ്ടല്ല, ആ കുട്ടി ഉമ്മാനെ കുത്തി അടുക്കളയിൽ പോയി കത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് ഉമ്മാനെ കഴുത്തിൽ കുത്തി മരിക്കണം, ഉമ്മാനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ കുത്തിയത്. എന്തോ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് പ്രധാന ഞരമ്പ് അറ്റുപോവാത്തത് കൊണ്ട് ആ മാതാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. പക്ഷെ 1 മാസം ആ ഉമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. ആ ഒരു പാട് ചിലപ്പോൾ മാഞ്ഞു പോകും. അതിൻ്റെ വേദന ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സും മറ്റു മെഡിസിൻസും ഒക്കെ കഴിച്ചിട്ട് ഉമ്മാക്ക് റിക്കവർ ആവും. പക്ഷെ ഞാൻ പറയാം, എൻ്റെ മകൻ 12 വയസ്സിൽ നിന്ന് കുത്തിയല്ലോ എന്ന മനോവേദന ഉണ്ടല്ലോ, ഉള്ളിൽ നിന്ന് തേട്ടി വരുന്ന ആ ഒരു ഓർമ്മ ഉണ്ടല്ലോ, അത് എത്ര കാലം ആ ഉമ്മാനെ വേട്ടയാടും? അതിന് കാലാവധിയൊന്നുമില്ല. ഇന്ന് വേഗം കുട്ടികൾ വാശിപ്പുറത്തേക്ക് വലിയ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ SLC പരീക്ഷയിലൊക്കെ ഫുൾ A+ നേടിയ കുട്ടി പിന്നെ അഡോളസൻസ് പീരീഡിലേക്ക് ഇറങ്ങാൻ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ മെൻസ്ട്രേഷനൊക്കെ തുടങ്ങുന്ന പെൺകുട്ടികളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പുതിയ കാലത്ത് ഒരു ആൺകുട്ടി പോലും പഠിച്ചിരിക്കണം. കാരണം മൂഡ് സ്വിങ്സ്, മെൻസ്ട്രേഷൻ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്ക് കൊണ്ടിരുന്ന അത് മെൻസ്ട്രൽ പ്രോസസ് ആവില്ല, അല്ലെങ്കിൽ പീരിയഡ്സ് ആവില്ല. പിന്നെന്താണ്, ഒരു മാസത്തിൽ ഇത്ര ദിവസം ഒരു ആണിനും ഒരു പെണ്ണ് അനുഭവിക്കുന്ന പോലെയുള്ള മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലും മൂടില്ല.
ഒരു കോൺസെൻട്രേഷൻ ഇല്ല, ഒരു കാര്യം ചെയ്യാൻ മൈൻഡില്ല, എല്ലാവരോടും വാശി ദേഷ്യം. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്? നല്ല മെഡിറ്റേഷൻ ഇബാദത്ത് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലുള്ള ആളാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വായിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രം പരിഹാരമുള്ളൂ. അതുകൊണ്ടാണ് സയ്യിദുൽ അഖ്ലാഖ്. കുറേ സ്വഭാവമുണ്ട്. ഒരാൾ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്, വിനയം കാണിക്കുക എന്നുള്ളത് നമ്മളൊരു സ്വഭാവമാണ്, കരുണ നമ്മളൊരു സ്വഭാവമാണ്, ചിരി പുഞ്ചിരി സ്വഭാവമാണ്, സ്വതത്ത ഒരു സ്വഭാവമാണ്, ചാരിറ്റി ഒരു സ്വഭാവമാണ്. പക്ഷെ സയ്യിദുൽ അഖ്ലാഖ്, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ ക്യാരക്ടറുകളുടെ ലീഡർ ആരാണ്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്വബ്ർ, ക്ഷമയാണ്. ശിഹാബുകൾ ഓർത്തു നമ്മൾ കഴിഞ്ഞ ആഴ്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ട് 16 കൊല്ലമായി. കൈതപ്ര ദാമോദരൻ നമ്പൂതിരിയും ഞങ്ങളേക്ക് വലിയ ബന്ധമായിരുന്നു. മലയാളത്തിൻ്റെ നല്ല ചിന്തകനാണ്, കവിയാണ്, ഗാനരചയിതാവാണ്, മതേതരവാദിയാണ് കൈതപ്രം. കൈതപ്രം തങ്ങളോട് വന്ന് ചോദിക്കേണ്ടത്, നിങ്ങളുടെ മതത്തിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനിൽ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയസ്പർക്കായ സൂക്തം ഏതാണ്? അപ്പൊ തങ്ങളുടെ ഒരു ചിന്തക്ക് പോലെ ഇടം കൊടുക്കാതെ കൈതപ്പുറത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അത് അല്ലാഹു ക്ഷമിക്കുന്ന സഹനശീലരുടെ കൂടെയാണ് എന്ന വചനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖുർആനിലെ സൂക്തം എന്ന് ആ സ്വഭാവമുള്ള ശിഹാബുകൾ കൈതപ്പുറത്തിന് മറുപടി കൊടുത്തതാണ്. പിന്നെ കൈതപ്പുറം അതൊരു നിധി പോലെ സൂക്ഷിച്ചതാണ്. കാരണം ശിഹാബുകളാണ് അത് പറഞ്ഞത്, പറയാൻ ഏറ്റവും അധികാരമുള്ള ഒരു മനുഷ്യൻ സ്വഭാവമാണ്. പിന്നെ അതേ പല വേദികളിൽ അത് പറഞ്ഞു. ഖുർആനിൽ ഏറ്റവും നല്ലൊരു സൂക്തമാണ് സ്വബർ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അത്ര ദൈവമുള്ളത്. അതേ കുറേ സ്ഥലത്ത് പ്രസംഗിച്ചു, കുറേ ശിഷ്യന്മാർക്ക് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു കാര്യം കിടക്കുകയാണ്. അറബിയിൽ ചാരിത്രം എന്നല്ല. ചാരിത്രം ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ ലൈംഗിക ആസക്തി ഉണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്, അവിഹിതമായ ബന്ധങ്ങളിലേക്ക് കടന്നു പോകാതെ അവൻ ക്ഷമിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു ക്ഷമയാണ്. ഷജാഅത്ത്, ധീരത. അപ്പുറത്ത് വലിയൊരു സൈന്യമുണ്ട്, ആയുധ വിഭൂഷിതരാണ്, അശ്വരൂഢരാണ്, സർവായുധ സജ്ജരാണ്. ഇപ്പുറത്തുള്ള ക്യാപ്റ്റനെ ഷജാഅത്ത്, അവരത് മനസ്സിലാക്കി സ്ഥിരതയോടെ തന്നെ അനുയായികൾക്ക് ഇങ്ങനെ പോരടിക്കണം, പോരാട്ടം നടത്തണം എന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ലീഡ് ചെയ്യണം. അതൊരു ക്ഷമയാണ്. ഏത് സ്വഭാവങ്ങളും അവസാനം എത്തിച്ചേരുന്ന ഒരു കടലാണ് സ്വബർ. നമ്മൾ ഈ പഠനകാലത്തും അഡോളസൻസ് പീരീഡിലും നമ്മളെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ തെറിച്ചു പോകുന്ന സ്വഭാവം ക്ഷമയാണ്. കയ്യിൽ പോകുന്ന ക്ഷമ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറി അറ്റൻഡറായ ബി വിമൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വിദ്യാഭ്യാസ മന്ത്രിയോട് അഡ്രസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ് എന്താ അറിയോ? ബി വിമൽ ഒരു മോർച്ചറി അറ്റൻഡർ ഡ്യൂട്ടി ചെയ്യുന്ന 15 കൊല്ലമായിട്ട് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് വിമൽ. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതല്ലോ, 10, 11, 12 വയസ്സുള്ള കുഞ്ഞു മക്കളുടെ മൃതദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കീറി മുറിച്ച് പരിശോധന പൂർത്തിയായി തുന്നി ചേർത്ത് ആ കുഞ്ഞു ശരീരത്തിലേക്ക് അച്ഛനമ്മമാർക്ക് അവസാന ദർശനത്തിന് വേണ്ടി കുട്ടിയെ തയ്യാറാക്കാൻ. അപ്പൊ നല്ല ഉടുപ്പൊക്കെ ധരിച്ചു കൊടുത്തിട്ട് ഒരുക്കി മൊഞ്ചാക്കി ആംബുലൻസിൽ കയറ്റിയിട്ട് ഈ കുട്ടികളെ തിരിച്ചു വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോൾ കൈ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാറേ, ആരോട്? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയോട്. എന്തേ? ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ 9, 10 വയസ്സുള്ള കുട്ടികൾ മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടല്ല, ക്യാൻസർ വന്ന് മരിച്ചിട്ടല്ല, വേറെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ച രോഗമായതോ അല്ല. വീട്ടിലെ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ മാതാപിതാക്കളേക്ക് വഴക്ക് കൂടിയിട്ട് ബാത്റൂമിൽ പോയി ഒരു കയറിൽ തൂങ്ങിയത്, ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടിയത്, ട്രെയിനിന് തലവെച്ചത്. ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് അതൊക്കെ കാണുകയാണ് കുട്ടികൾ. അപ്പൊ അത് ഇമിറ്റേഷൻ, മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ. വേറെ ഒരു ജീവിതമില്ല.
മനുഷ്യൻ വേറെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, നമ്മളെ കണ്ടത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ മനുഷ്യൻ തോന്നുന്നത്, കേട്ടത് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നത്. മൗഗ്ലി റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ മൗഗ്ലി എന്ന് പറയുന്ന ചിത്രകഥ ഉണ്ടല്ലോ, അതിൽ മൗഗ്ലി ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യന്റെ ആൺകുട്ടിയാണ്. പക്ഷെ മൗഗ്ലി ഇന്ന് വരെ ആ കഥയിൽ, ചിത്രകഥയിൽ എണീറ്റ് നടക്കണില്ല. ഞാൻ ദാർമതയ്ക്ക് പോണതിന്റെ മുമ്പ് മൗഗ്ലി എടുത്തു നോക്കി, അപ്പോഴും മൗഗ്ലി മുട്ടുകുത്തി നടക്കുകയാണ്. ഗുരുവിയായതിന്റെ ശേഷം എടുത്തു നോക്കിയപ്പോഴും കുത്തി നടക്കുകയാണ്, ഒരു പുരോഗതിയില്ല. അപ്പൊ റുഡിയാർഡ് കിപ്ലിങ്ങിനോട് മാധ്യമ പ്രവർത്തകർ അന്ന് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ ഇംഗ്ലീഷ് രചയിതാവിനോട്. അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത്, മൗഗ്ലിയുടെ കൂട്ടുകാരനെ ആരാ നോക്കി? അപ്പൊ എല്ലാവരും നോക്കുമ്പോ ചെന്നായി. മൗഗ്ലി കാട്ടിലാണ് ജനിച്ചത്, കാട്ടിൽ ചെന്നായിയുടെ കൂടെ ജീവിക്കുന്നത്. അപ്പൊ ചെന്നായ നാട്ടിലല്ല നടക്കുന്നത്, മൗഗ്ലി അങ്ങനെ നടക്കും. അപ്പോൾ റുഡിയാർഡ് കിപ്ലിങ് പറയാണ്, എനിക്ക് മനുഷ്യരെ ഇത് ബോധ്യപ്പെടുത്താൻ മൗഗ്ലിയെ അവതരിപ്പിക്കേണ്ടി വന്നു. സൂറത്തുൽ കഹ്ഫിൽ ഒരു നായുണ്ട്. ഖുർആന്റെ ഏറ്റവും മധ്യടുത്ത് തുറന്നു നോക്കിയാണ് കാണുന്ന സൂറത്താണ് അൽ കഹ്ഫ്, ഗുഹ എന്നാണ് ആ സൂറത്തിന്റെ അർത്ഥം. വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ പ്രത്യേകം പാരായണം ചെയ്യുന്ന പുണ്യമാണ്. കുറച്ച് യുവാക്കളെ പറ്റിയാണ്. إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا لن ندعو من دونه إلها. അല്ലാത്ത ഒരാളെ ഞങ്ങൾ വിളിക്കില്ല. അപ്പൊ അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ രാജാവ് വന്നു. രാജാവ് പുതിയ നിയമം പാസാക്കി, ഇവിടെ ഇനി ബഹുദൈവ ആരാധനയേ പറ്റുള്ളൂ, ഏകദൈവ ആരാധന പറ്റില്ല. അപ്പോഴാണ് ഈ 7 യുവാക്കൾ അവിടെ ഇറങ്ങാണ്. ഞങ്ങൾക്ക് അള്ളാഹു അല്ലാതെ വേറൊരാളെ ആരാധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിറങ്ങാൻ. അപ്പൊ അവരെ ഒരു നായ ഫോളോ ചെയ്യാം. നമ്മുടെ മൗഗ്ലിയുടെ ചെന്നായയെ പോലെ അന്താക്കിയയിലെ ഈ 7 യുവാക്കളുടെ കൂടെ ഒരു നായ. അവസാനം എന്തൊരു അമാനുഷികത ഈ മനുഷ്യന്മാർക്ക് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തവരേക്ക് ഈ നായ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നായ കണ്ടിട്ട് അവർ എറിഞ്ഞാട്ടി, ഞങ്ങൾ വേറെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്, ഞങ്ങൾ ജോർദാനിലുള്ള ഒരു മലമ്പ്രദേശത്തേക്ക് പോവുകയാണ്. അന്താക്കിയയിലെ നായയെ അവര് കല്ലെടുത്ത് എറിഞ്ഞു, ഞങ്ങളെ ഫോളോ ചെയ്യാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നായ സംസാരിച്ചു പറഞ്ഞു, നിങ്ങളുടെ അതേ നിലപാടെ എനിക്കുള്ളത്, നിങ്ങളെ ഏകയിലാകിന്റെ അതേ നിലപാടായി ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ കൂടെ എനിക്ക് രക്ഷപ്പെടണം. ആ നായ അവരെ ഫോളോ ചെയ്തു. ഫോളോവർ അല്ല, ഫേസ്ബുക്ക് ഫോളോവർ അല്ല, ഇൻസ്റ്റയിൽ ഫോളോവർ അല്ല. ഈ 7 ആളെ കൂടെ ഈ മുഹല്ലമായ നജസ് നായ കൂടിയപ്പോ നായയെ പറ്റി ഈ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞല്ല, യഖൂലൂന ഇന്നഹും സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. അവർ 7 ആളാണെന്ന് പറയപ്പെടുന്നുണ്ട്. വസാമിനുഹും, അവരിൽ 8ാമൻ കൽബുഹും, നായയാണ്. അവരിൽ 8ാമത്തെ വസ്തുവല്ല, അവരിൽ 8ാമൻ. 7 മനുഷ്യർക്ക് കൊടുത്ത അതേ പരിഗണന ഈ തൊട്ടാൽ കഴുകേണ്ട നായയെ പറ്റി ഖുർആൻ പറഞ്ഞു. കാരണം നായയുടെ നിലപാട്, അപ്പൊ നമ്മൾ ഏതൊന്നിനോട് കൂടുന്നോ അതാവും നമ്മൾ. അപ്പൊ നായ ഈ യുവാക്കളുടെ മനഃശുദ്ധിയിലേക്ക് വന്നിട്ടുണ്ട്. റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ മൗഗ്ലി ചെന്നായെ കണ്ട് പഠിച്ച പോലെ നമ്മുടെ സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് നമുക്കുണ്ട്. ആരെ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഫ്രണ്ട്സ് റിക്വസ്റ്റ് കൊടുത്തു, ആരെ നമ്മൾ ആഡ് ചെയ്യുന്നത്, ആരെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ക്രൈറ്റീരിയ വേണമെന്ന. എൻ്റെ വിദ്യാഭ്യാസത്തിന് എനിക്ക് ഉപകാരപ്പെടുന്ന, നമ്മളെ കുട്ടികളെ പറ്റി നമുക്ക് ബോധം വേണം. ഉപകാരപ്പെടുന്ന ആളാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് നിങ്ങൾ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു ഒരു വാല്യൂ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ വാല്യൂസ് ആണല്ലോ വേണ്ടത്, ഉറപ്പല്ല വേണ്ടത്. വാല്യൂസ്, ഒരു വില വേണം മനുഷ്യർ. വില ഇവിടെ നിന്ന് ഉണ്ടാവുക. ഞാൻ ചോദിക്കട്ടെ, വില നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എക്സ്പ്രഷൻ അല്ലാതെ, പിന്നെ കുറച്ച് വിദ്യ ഒന്ന് നേടിയെടുക്കുക, നിങ്ങൾ നല്ല വിലയായിരിക്കും. നമുക്ക് തന്നെ അറിയാതെ തോന്നിപ്പോകും നമുക്കൊരു വിലയുണ്ട്. ആ വില ഉണ്ട് എന്നൊരു തോന്നൽ, സൊസൈറ്റി നമുക്ക് അനുവദിച്ചു തന്ന വാല്യൂ ഇനിയും ഒരുപാട് വർദ്ധിക്കണം എന്ന തോന്നലിൽ നമ്മൾ വായിക്കും, നമ്മൾ ചിന്തിക്കും, നമ്മൾ എഴുതും, നമ്മുടെ പഠനത്തിന് നമ്മൾ ഒരു വിശ്രമം കൊടുക്കില്ല. അപ്പൊ അതിന് കോംപ്രമൈസ് ഇല്ല. നന്നായി പഠിച്ചു. ഇപ്പൊ നമുക്ക് നിങ്ങൾ എന്തൊക്കെ ഭാഷകൾ പഠിക്കാൻ സൗകര്യമുണ്ട്. സ്പാനിഷ് ഭാഷ പഠിക്കാൻ സൗകര്യമുണ്ട്. സോഷ്യൽ മീഡിയ എടുത്താൽ അതിനാകണം സോഷ്യൽ മീഡിയയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് ഇരിക്കേണ്ടത്.
ഇംഗ്ലീഷ് പഠിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി ഇംഗ്ലീഷ് പഠിക്കാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും പുതിയ ലോകത്ത്? അറബി ഭാഷ പഠിക്കാതെ ജീവിക്കാൻ കഴിയും പുതിയ ലോകത്ത്? GCC രാജ്യങ്ങളിൽ എന്തൊക്കെ സാധ്യത. അപ്പൊ ഞാൻ പറയാം, ഒരു പണ്ഡിത വിദ്യാർത്ഥി അറബി ഇംഗ്ലീഷും അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവന് എല്ലാ രാജ്യത്തും സ്കോപ്പാണ്. അതും 5 ശമ്പളത്തിലാണ് അവന്റെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവനിലൂടെ കുടുംബം രക്ഷപ്പെടില്ലേ, അവന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടില്ലേ, അവന്റെ മഹല്ല് രക്ഷപ്പെടില്ലേ? ഇങ്ങനെ 10 കൊല്ലം കഴിയുമ്പോൾ ഒരു മഹല്ലില് നല്ല സാലറി വാങ്ങണ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ജനറേഷൻ വളർന്നു വന്നാൽ നമ്മളെ നാട് 10 കൊല്ലം കഴിയുമ്പോൾ ചിത്രം മാറില്ല. ആ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ ആളുണ്ടാവുമോ? സക്കാത്ത് കൊടുക്കാനല്ലേ ആളുണ്ടാവുള്ളൂ. അപ്പൊ അവർ അന്യ നാടുകൾ തേടി പോവാൻ സക്കാത്ത് കൊടുക്കാൻ. ഇപ്പൊ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ഞാനിപ്പോ നേപ്പാളിൽ പോയി കഴിഞ്ഞ മാസം വന്നത്. ഞാൻ അവിടെ പോയി വന്ന് അവിടുത്തെ 1-2 ഗ്രാമങ്ങളുടെ വീഡിയോസ് ഇട്ടപ്പോഴേക്ക് ഖത്തറും കുവൈത്തും ഒക്കെ എന്റെ സുഹൃത്തുക്കൾ വിളിക്കാൻ തുടങ്ങി. അവിടെ ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കണം. കുറ്റബോധം കൊണ്ടാണ്. എന്തേ? നമ്മളൊന്നും കൊടുത്തിട്ടില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സാലറിയിൽ ഗൾഫിൽ ജോലി ചെയ്യാണ്, കുടുംബം അവിടെയാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് മദ്രസ സ്കൂളിൽ നിന്ന് പഠിച്ചൊരു ബോധത്തിന്റെ പുറത്ത് നേപ്പാളിലെ കുറച്ച് മുസ്ലിം ഗ്രാമങ്ങൾ കണ്ടപ്പോൾ ഉള്ളിൽ നിന്ന് തേട്ടി വരുന്ന ഒരു ബോധം. ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു പള്ളി, ഒരു മദ്രസ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ കേരളീയർക്ക് നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും വില്ലേജ് എന്ത് ചെയ്യാണ്, പിന്നെ ദത്തെടുക്കുകയാണ്, അവർക്ക് ഡൊണേറ്റ് ചെയ്യാണ്, നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായിട്ടറിയോ? വന്ന വഴി മറക്കാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളൊക്കെ എന്ത് ചെയ്യണം? നിരന്തരം ജീവിച്ചുകൊണ്ടേ ഇരിക്കണം. മരണം അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും സമാധാനമുള്ള മരണം വിശ്രമമില്ലാത്ത നടത്തത്തിൽ കൂടെ ഉണ്ടാകുന്ന സാധനമാണ്. മരിക്കാൻ പോലും സുഖം ഉണ്ടാവില്ല വേറുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ. നമ്മൾ നന്നായി വിദ്യാഭ്യാസം, ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നന്നായി പഠിക്കുക, നന്നായി പഠിക്കുക. പഠനത്തിൽ ഈ സമയത്തേ കഴിയുള്ളൂ എന്നാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കഴിയില്ല എന്നാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തി. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പഠനത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ പാണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ ഭാര്യ സജിന ബീവി, മുനവർ ശിഹാബ് തങ്ങളുടെ ഭാര്യ ഹനിയ ബീവി, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സഹധർമ്മിണി സുൽഫത്ത, ഇവരൊക്കെ പോയി ഈജിപ്തിൽ പോയി. അവരുടെ എത്ര മക്കളുടെ മാതാക്കളാണ്. അതില് മാതൃമഹതിയായ ആളുകളുണ്ട്, വല്യമ്മമാരായ ആൾക്കാരുണ്ട്. പക്ഷെ പഠനത്തിന് ബ്രേക്ക് കൊടുക്കണില്ല. എനിക്ക് എൻ്റെ പ്രായത്തിൽ പഠിക്കാൻ അവിടെ സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പോവാണ്, പഠിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇതൊന്നല്ല ലോകം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിശാലമായ ലോകമുണ്ട്. അവിടേക്ക് എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയണം. ഇനിയിപ്പോൾ നമ്മൾ ലോകത്തെ ഏത് രാജ്യത്ത് സഞ്ചരിക്കുകയാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാതെ എങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും? അറബി ഭാഷ കൈകാര്യം ചെയ്യാതെ എങ്ങനെ അറബ് രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയും? ഉറുദു. അപ്പോൾ ഭാഷകൾ പഠിക്കുക, കോഴ്സുകളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു നീറ്റ്, ഒരു എൻട്രൻസ്, സയൻസ് ഇത് മാത്രമല്ല, ഒരുപാട് വിശാലമായ. അപ്പോൾ ഖുർആനൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം തന്നെ ഗൾഫിലെ ഔഖാഫിലെ സാധ്യതകളെ പറ്റി അന്വേഷിക്കണം. ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെ പറ്റി അന്വേഷിക്കണം. ഡൽഹിയിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികള് കോഴ്സുകളെ പറ്റി അന്വേഷിക്കണം. എന്ത് സാധ്യത എന്താണ്? ഇനി അങ്ങോട്ടാണ് ഞാൻ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നല്ല ഒരു എന്താ പറയുക കെൽപ്പുള്ള പണ്ഡിതനായി കുടുംബത്തിനും നാടിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പണ്ഡിതനായി മാറാനുള്ള ശ്രമങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. അതിനൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിബിധങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കണേ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ സഹാബത്ത്. അപ്പൊ നമുക്ക് വിശ്രമമില്ല, നമ്മൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ലൈബ്രറികൾ ഉണ്ടാവും. വലിയ സങ്കടം എന്ന് പറയുന്നത് ഈ ലൈബ്രറികളെ ആർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്. ലൈബ്രറികളൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയൊന്നും പോലെ ചെറ്റകരിച്ചു പോയി ഇരുന്നാൽ പോലെ. പണ്ടൊക്കെ ഒരു 8 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കുട്ടിനെ പെട്ടിക്കടയിലേക്ക് തക്കാളി വാങ്ങാൻ പറഞ്ഞു വെച്ചാൽ അവന് ഒരു 200 തക്കാളി 300 ഗ്രാം തക്കാളി വാങ്ങേണ്ടുള്ളൂ. ഒരു 4-5 തക്കാളി കൊടുത്താൽ അതൊരു പേപ്പറിൽ പൊതിഞ്ഞ് ചാക്കുനൂല് കൊണ്ട് കെട്ടിയിട്ട് ഷോപ്പ് കീപ്പർ കൊടുക്കണം. ആ ക്യൂരിയോസിറ്റിയുള്ള കുതുകിയായ കുട്ടി തിരിച്ചു പോരുമ്പോൾ ആ കെട്ടഴിച്ച് അതിൽ നിന്ന് ഒരു തക്കാളി അവന്റെ ട്രൗസറിന്റെ വലത് പോക്കറ്റിൽ, മറ്റൊരു തക്കാളി ട്രൗസറിന്റെ ഇടത് പോക്കറ്റിൽ, ടീഷർട്ടിന്റെ പോക്കറ്റിലൊക്കെ വെച്ച് ആ പേപ്പറിനെ ഫ്രീ ആക്കുക. അവൻ ആ ഓരം പറ്റി നടന്നു വരുമ്പോൾ
ഈ പേപ്പറിലുള്ള കാര്യം ഇങ്ങനെ വായിച്ചു വരാം. എന്ത് വായിക്കാന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, ഇന്നത് എന്നല്ല. വായനാശീലം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേൾക്കുക, കുറേ കേൾക്കുക. സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, റീഡിങ് ആൻഡ് തിങ്കിങ്, ഇതിലൂടെയൊക്കെയാണ് മനുഷ്യൻ ഉഷാറാകുന്നത്. ഈ ഖുർആൻ എന്ന് മനുഷ്യനോടാ പറഞ്ഞു. അപ്പം ഇൻഷാ അല്ലാഹ് നല്ല കോഴ്സുകളെ പറ്റി നമ്മൾ നന്നായി ഇന്നിപ്പോൾ എല്ലാത്തിനും സാധ്യത. ഈ കോവിഡ് കാലത്ത് എത്ര ഡിപ്ലോമ എടുത്ത കുട്ടികളുണ്ടായി, എത്ര അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളുടെ ഡിപ്ലോമ എടുത്ത വിദ്യാർത്ഥിനികൾ ഈ കോവിഡ് കാലത്തുണ്ടായതിൻ്റെ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കിയത്. അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ തേടി വരില്ല, നമ്മൾ സാഹചര്യങ്ങളെ തേടി അങ്ങോട്ട് പോകുക, എന്നിട്ട് അധ്വാനിക്കുക, കഷ്ടപ്പെടുക, പഠിക്കുക, അതൊരു വ്രതമാക്കി മാറ്റിയെടുക്കുക, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറയാം. വെറുതെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അപ്പൊ നമ്മളെന്നെ നമ്മളോട് ചോദിച്ചാൽ എനിക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടോ? അഡിക്ഷൻ എന്താണ്? ഫോണ് ബാറ്ററി ലോ ആകുമ്പോൾ ആങ്സൈറ്റി വരിക, നെറ്റ് സ്ലോ ആകുമ്പോൾ ആങ്സൈറ്റി വരിക, അത് അഡിക്ഷനാണ്. അപ്പൊ അങ്ങനെ ഈ ദുരവ്യാപകമായ അഡിക്ഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്തി വേഗം ട്രീറ്റ്മെന്റ് എടുക്കുക. നല്ല ലിസണർ ആവുക. ലിസണർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുടെ ഇംഗ്ലീഷ് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാൽ നമ്മുടെ മൈൻഡ് അതിനോട് സെറ്റായിന്നാണ്, പാകപ്പെട്ടു. എന്തൊക്കെ അവസരങ്ങൾ നമുക്കുണ്ട്. പഠിക്കാണ്ട് ഒരു ലേഡിയെ പറ്റി കേട്ടത്, മെയ് എന്ന് പറയുന്ന ഒരു യുവതി. ആ യുവതിയുടെ വീട് നിയമപരമായിട്ട് ആ യുവതിക്ക് കിട്ടേണ്ട വീട് അന്യാധീനപ്പെട്ടു പോയി, യുവതിയുടെ കയ്യിൽ നിന്ന് പോയി. അവസാനം പോരാട്ടം നടത്താൻ തീരുമാനിച്ചു. വക്കീലിനെ വെക്കാനുള്ള പൈസ യുവതിയുടെ കയ്യിലില്ല. ആ പെണ്ണെന്ത് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ എടുത്തിട്ട് എങ്ങനെയാണ് ലോ പഠിക്കേണ്ടത്, ഒരു ബാരിസ്റ്റർ കോഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരുപാട് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ഫ്രീ കോഴ്സുകൾ ആ പെണ്ണിന് കിട്ടി. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു. അങ്ങനെ 5-6 മാസം എടുത്തിട്ട് സ്വയം ഒരു വക്കീൽ പഠിക്കുന്ന നിയമവശങ്ങളെ മുഴുവൻ വാശിപ്പുറത്ത് പഠിച്ചിട്ട് കോടതിയിൽ പോയിട്ട് തന്റെ കേസിനെ ഒരു വക്കീലിനെ വെക്കാതെ വാദിച്ച് ജയിച്ചു. ആ കോടതിയിലെ ജഡ്ജി പെണ്ണിനോട് പറഞ്ഞൊരു കാര്യം, നീ ഒരു വെപ്പണാണ്, നീ ഒരു തീയാണെന്ന് പറഞ്ഞു. എന്തേ നിന്റെ നിലപാട്? അപ്പൊ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ വുമൺ ഈസ് പാഷൻ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മേക്കപ്പ് എന്താ? നമ്മളെ പെങ്ങന്മാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നീ ഇങ്ങനെ മുഖത്ത് പുരട്ടുന്ന ഐഷാഡോ അല്ല, ഐലൈനർ അല്ല, ക്യൂടെക്സ് അല്ല, ലിപ്സ്റ്റിക് അല്ല, പുട്ടിയല്ല, ഇതിലൊക്കെ അപ്പുറത്തൊരു മേക്കപ്പ് നിനക്കുണ്ട്. അത് മെയ് എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടാക്കിയെടുത്ത പാഷനാണ്. എന്തൊക്കെ പഠിക്കാൻ പറ്റും അല്ലെ? എഴുതിയാണ്ടും വായിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ എവിടേക്ക് എത്താൻ പറ്റും? ഒരു റിവഞ്ച്, അതൊരു പ്രതികാരം പോലെ ഏറ്റെടുക്കാൻ കഴിയണം. നാളെ ഞാനൊരു ജോബിൽ പോയിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ എനിക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം, ഞാൻ സ്വന്തം കാലത്തിൽ നിൽക്കും, ആ ആർജവം എനിക്ക് ഉണ്ടാകണം എന്ന് ആണും പെണ്ണും തീരുമാനിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു പഠന സപര്യ നിങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോവുക. ഏതായാലും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ടൗൺ മസ്ജിദിന്റെ കമ്മിറ്റി നടത്തിയ ഈ ഒരു കാൽവെപ്പ് അത് വലിയൊരു മെസ്സേജ് കൺവേ ചെയ്യണം. അത് വലിയൊരു നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗോൾസ് ആൻഡ് എയിംസ് അത് നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടൈം ഷെഡ്യൂൾ നമ്മളെ കയ്യിലാണ് അല്ലേ? ഇപ്പോ ജോൺ ഗ്രേയുടെ ഒരു പുസ്തകമുണ്ട്, അതിമനോഹരാണ്, ആറ്റമിക് ഹാബിറ്റ്സ്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്പാൽപ ഡെയിലി ചെയ്താൽ വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റും. ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ ആറ്റമിക് ഹാബിറ്റ്സിൽ പറയുന്ന ഒരു കാര്യം, ഒരാൾ പാറ പൊട്ടിക്കാൻ തീരുമാനിക്കുകയാണ്. വലിയൊരു ഹാമർ എടുത്തിട്ട് പാറ പൊട്ടിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, 1ാമത്തെ അടിയിൽ പാറ 2 ചിന്ന ഭിന്ന ശരിയാകൂല, ശകലമാകൂല എന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ 100 അടി അടിച്ചു. 101ാമത്തെ അടിയിൽ ആ പാറ പിളരുകയാണ്. ആ 101ാമത്തെ അടി ഒന്നാമത് എത്തൂല. ആ 101ാമത്തെ അടിയിലേക്കുള്ള ഒരു കൂട്ടലുകളും സന്നദ്ധതയുമാണ് പിന്നിലുണ്ടായ ക്ഷമയോടുകൂടെയുള്ള റിസൾട്ട് കിട്ടാത്ത 100 അടികൾ. അപ്പോഴാണ് 101ാമത്തെ അടിയിൽ പാറ പിളർന്നത് എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ക്ലിയർ പറയാണ്, എല്ലാം ആറ്റോമിക്കാണ്, കണിക അല്ലേ? കൊളസ്ട്രോൾ ഉണ്ട് എന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, LDL കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്, ഇപ്പൊ ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അയാൾ ഇന്ന് നേരെ ജിംനേഷ്യത്തിലേക്ക് ഓടിയിട്ട് കണ്ട എക്യുപ്മെന്റ്സ് മുഴുവൻ എടുത്തിട്ട് എല്ലാം പരീക്ഷിച്ചു. മസിൽസിൽ പരിക്ക് വന്നു, ഫ്രാക്ചർ വന്നു, ഉള്ളിൽ പൊട്ട് വന്നു, പിന്നെ പിറ്റേ ദിവസം എണീക്കാനേ കഴിഞ്ഞില്ല.
പതിയെ പതിയെ അലി റളിയല്ലാഹു പറഞ്ഞില്ലേ, എല്ലാം എങ്ങനെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ചെയ്യാം. അപ്പൊ അതിൻ്റെ ഒരു മെത്തഡ് ഖുർആൻ ഓതുന്നത് പോലും ഒരു ആവേശത്തിന്റെ പുറത്തല്ല. അത് ഡെയിലി തന്ന സോഫ്റ്റ് കോപ്പികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ ഓഫ് ഹോളി ഖുർആൻ ഇഷ്ടം പോലെ ഫോണിലുണ്ട്. ഉദൂവിന്റെ പോലും ആവശ്യമില്ല. ഒരു 1/2 ജുസ്, ഒരു 2 പേജ് എൻ്റെ കാറിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ, എൻ്റെ ഷോപ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ, എൻ്റെ ജോബിൽ എനിക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ഒന്ന് ഓതിയാ പോരെ? അത് ഡെയിലി ചെയ്താൽ എന്ത് രസമുണ്ടാവും ജീവിതം. അപ്പോ ഇന്ന് 2 പുഷപ്പ്, ഇന്ന് 2 നടത്തം, ഇന്ന് 2 ജോഗിങ്, അത് ഡെയിലി അയാൾ പെർഫെക്റ്റ് ആയില്ല. ഇങ്ങനെ സ്വഭാവങ്ങളെ, വായനകളെ, എഴുത്തുകളെ ഒക്കെ ഡെയിലി ഫേസ്ബുക്കിൽ ഒരു കണ്ടന്റ് ഉള്ള പോസ്റ്റ് ഇടണം. ഡെയിലി ഞാൻ ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് ഒരു ഇതുണ്ടാക്കിയാൽ നമ്മൾ ഇന്ന് കൊടുക്കുന്ന കൺവേ ചെയ്യുന്ന മെസ്സേജ് എല്ലാവർക്കും ഉപകാരപ്പെടാക്കണം. വലിയ രാജ്യങ്ങളിലൊക്കെ ഇന്ന് HR പോസ്റ്റിൽ, റെപ്യൂട്ടഡ് കമ്പനികൾ HR പോസ്റ്റിലേക്കോ ഓപ്പറേഷൻ മാനേജറുടെ തസ്തികയിലേക്കോ CEO പോസ്റ്റിലേക്കോ അണ്ടർ സെക്രട്ടറിയിലേക്കോ ഒക്കെ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ ആ കാൻഡിഡേറ്റിന്റെ മെയിൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ നോക്കുന്നത് എന്താണ്? SLC-യിലെ മാർക്ക്, ഹയർ സെക്കൻഡറിയിലെ മാർക്ക്, ഡിഗ്രിയിലെ മാർക്ക്, PG-യിലെ മാർക്ക്, MPhil-ലെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഒന്നുമല്ല. അതിലൊക്കെ അപ്പുറത്തേക്ക് നോക്കുന്നത് ഇയാൾ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇയാൾ അക്കൗണ്ടാണ്, ഇയാൾ ഇൻസ്റ്റയിൽ എങ്ങനെയാണ്, ഫേസ്ബുക്കിൽ എങ്ങനെയാണ്, ഈ 2 കൊല്ലമായിട്ട് ഇയാൾ ഫേസ്ബുക്കിൽ എന്തൊക്കെ വീഡിയോസാണ് കണ്ടത്, എന്തിനൊക്കെ ലൈക്ക് കൊടുത്തത്, എന്തിനൊക്കെ ഡിസ്ലൈക്ക് കൊടുത്തത്, ഏതൊക്കെ കമന്റ്സ് ആണ് ഇയാൾ യൂട്യൂബിൽ താഴെ ഇട്ടത്, അതിന്റെ സ്വഭാവം എന്താണ്, അത് സംസ്കാര ശൂന്യമാണോ, സംസ്കാര യോഗ്യമാണോ? ആളെ അളക്കാൻ ഇപ്പോൾ ഒരു പൊടിയില്ല. അതാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇവിടെ കിട്ടേ ഹീസ് ഓക്കെ. നേരെ സൂപ്പർവിഷൻ നടത്തുന്ന മാനേജർ പറയാണ് ഈ കാൻഡിഡേറ്റ് പക്കേ, കാരണം അയാൾ ഓൺലൈൻ ജെന്റിൽമാൻ ആണെന്ന് ആദ്യം പറഞ്ഞു. ഓൺലൈൻ ജെന്റിൽമാൻ, അയാൾ സോഷ്യൽ മീഡിയയിൽ നിലപാടുള്ള മനുഷ്യനാണ്. അപ്പൊ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും അത് സമൂഹത്തിന് ഉപകരിക്കണം എന്ന നിലപാടായാൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദഅവത്തല്ലേ? എത്ര കൂലിയുള്ള കാര്യം. അയാൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യണമെങ്കിൽ പോലും പഠിച്ചോ കൂലി കൊടുക്കുക. കാരണം എന്താ? അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയുള്ള നിലപാടുകളെ പറ്റിയാണ്. രോഗിയെ പരിചരിക്കുക, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, എല്ലാവർക്കും പരിഗണന കൊടുക്കുക, മേഴ്സിഫുൾ ആവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കൃത്യമായ നിലപാട് ആദ്യം ബോധ്യപ്പെടുത്താനല്ല, അത് ചെറുപ്പത്തിലേ വളർത്തിയെടുത്ത് മോട്ടിവേറ്റഡ് ആയി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധ്യമാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.